الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد ألا إن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون اتقوا الله عباد الله സഹോദരങ്ങളെ സഹോദരിമാരെ അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ മനസ്സിലാക്കി ജീവിതത്തിൽ പകർത്താൻ ശ്രമിക്കണമെന്ന് എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുന്നു, വസിയത്ത് ചെയ്യുന്നു. അള്ളാഹു അതിനെ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഇലക്ഷൻ കഴിഞ്ഞു, വോട്ട് പെട്ടിയിലായി, എല്ലാവരും റിസൾട്ട് ഫലപ്രഖ്യാപനം കാത്തിരിക്കുകയാണ്. ഈ സന്ദർഭത്തിൽ ഭാവി അറിയുമെന്ന് സമൂഹത്തോട് പറഞ്ഞ് അവരെ പല കാര്യത്തിലും ചൂഷണം ചെയ്യുന്ന ആളുകൾക്ക് അവരുടെ സത്യസന്ധത തെളിയിക്കാൻ നല്ലൊരവസരമായിരുന്നു. ആരൊക്കെ ജയിക്കും, ആരൊക്കെ പരാജയപ്പെടും, എത്ര വോട്ട് കിട്ടും എന്നൊക്കെ അവരുടെ അവകാശവാദം അനുസരിച്ച് അവർക്ക് പറയാമായിരുന്നു. പക്ഷേ അതൊന്നും നമ്മൾ കാണുന്നില്ല, സാധ്യമല്ല എന്നെല്ലാവരും അംഗീകരിക്കുന്ന യാഥാർത്ഥ്യമാണ്. ഇത്തരം കാര്യങ്ങൾ പറയുമ്പോൾ സാധാരണ പറയാറുണ്ട്, എന്നാ പിന്നെ അള്ളാഹ് പറഞ്ഞാൽ പോലെ. അള്ളാഹു മറഞ്ഞ കാര്യങ്ങൾ അപ്പോൾ ആളുകളോട് പറഞ്ഞു കൊടുക്കും, അല്ലെങ്കിൽ അങ്ങനെ ഒരു സംവിധാനം ഏറ്റെടുത്തിട്ടില്ല. അന്ത്യപ്രവാചകൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിയോഗത്തോടുകൂടി വഹ്യ് അവസാനിക്കുകയും ചെയ്തു. റസൂലുള്ളപ്പോൾ അള്ളാഹു വഹ്യ് നൽകുമ്പോൾ ജനങ്ങളെ, ശത്രുപക്ഷത്തെ പോലും ആശ്ചര്യപ്പെടുത്തുന്ന വിധത്തിൽ അള്ളാഹു മറഞ്ഞ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തിരുന്നു. രാഷ്ട്രീയമായി പോലും റോം പരാജയപ്പെടുമെന്നും കുറഞ്ഞ വർഷങ്ങൾക്കുള്ളിൽ അവർ ഭരണം തിരിച്ചു പിടിക്കുമെന്നൊക്കെ ഖുർആനിൽ അല്ലാഹു പറഞ്ഞത് നമുക്കറിയാം. അതുപോലെ തന്നെ റസൂലിനെ വധിക്കാൻ വന്ന, ചതിപ്രയോഗത്തിലൂടെ കൊല്ലാൻ വന്ന ശത്രുവിന്റെ മുഖത്ത് നോക്കി സൗഹൃദം നടിച്ച് അദ്ദേഹം സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോ, നിങ്ങൾ ഇന്ന സ്ഥലത്ത് യോഗം ചേർന്നത് എന്തിനാണ്? ഇന്ന ആവശ്യത്തിനല്ലേ എന്നെ കൊല്ലാൻ? ആ യോഗത്തിൽ എത്ര ആളുകൾ പങ്കെടുത്തില്ലേ? നിങ്ങളുടെ ചർച്ച ഇതല്ലേ? ആ കർത്തവ്യം നിർവഹിക്കാനായി താങ്കളുടെ ശരീരത്തിൽ ആയുധം ഒളിപ്പിച്ചു വെച്ചത് ഇന്ന സ്ഥലത്തല്ലേ, ഇന്നതല്ലേ ആയുധം എന്നൊക്കെ ചോദിച്ച് ശത്രുവിനെ കോരിത്തരിപ്പിച്ച അദ്ദേഹത്തിന്റെ
ഇസ്ലാം ആശ്ലേഷത്തിന് കാരണമായി തീരും വിധം വഹീന്റെ അടിസ്ഥാനത്തിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹു പറഞ്ഞു കൊടുത്തതിനനുസരിച്ച് മറഞ്ഞ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ചുരുക്കത്തിൽ നാളത്തെ വിവരമറിയുന്നവൻ, എന്ത് സംഭവിക്കുമെന്നറിയുന്നവൻ അള്ളാഹു മാത്രമാണ് എന്ന് ഒന്നാലോചിച്ചാൽ കൃത്യമായി നമുക്ക് ബോധ്യമാകുന്ന മേഖലകളാണിതെല്ലാം. ഏതായാലും ഈ ജനാധിപത്യ സമ്പ്രദായം, ജനങ്ങളുടെ ഭരണാധികാരികളെ അവർ തന്നെ തിരഞ്ഞെടുക്കുന്ന രീതി, ഇത് ഇസ്ലാമിലും ഇങ്ങനെ തന്നെയായിരുന്നു. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വഫാത്താകുമ്പോൾ അതിന് തൊട്ട് മുമ്പ് തന്നെ അടുത്ത ഭരണാധികാരി ഇന്ന ആളാകണമെന്ന് റസൂലിന് പറയാമായിരുന്നു. ചില സൂചനകൾ നൽകി എന്നല്ലാതെ ഇന്ന വ്യക്തിയാകണമെന്ന് കൃത്യമായി റസൂല് പറഞ്ഞില്ല. അത് ജനങ്ങൾക്ക് വിട്ടുകൊടുത്തു. അതുകൊണ്ട് തന്നെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിയോഗാനന്തരം നമുക്കറിയാം, സഹാബാക്കളുടെ ആലോചന സമിതി ചേരുന്ന സഖീഫത്ത് ബനി സായിദിൽ സങ്കീർണമായ ചർച്ചകൾ നടന്നു. അൻസാറുകൾ ഒരു ഭാഗത്ത്, മുഹാജിറുകൾ മറുഭാഗത്ത്, അങ്ങനെയായി പല വിധത്തിലുള്ള ചർച്ചകൾക്കൊടുവിൽ അവരെല്ലാവരും ഏകകണ്ഠമായ ഒരു തീരുമാനത്തിലെത്തി. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ ഭരണാധികാരിയാക്കണം. അത് ജനങ്ങളുടെ അഭിപ്രായമായിരുന്നു. അടുത്ത ദിവസം പള്ളിയിൽ വെച്ച് നമ്മുടെ സംവിധാനത്തിൽ ജനറൽ ബോഡി എന്ന് പറയാൻ വേണമെങ്കിൽ പൊതുജനങ്ങളുടെ സാന്നിധ്യത്തിൽ തെരഞ്ഞെടുപ്പ് നടന്നു. അന്നത്തെ തെരഞ്ഞെടുപ്പിന്റെ രീതി ബൈഅത്തായിരുന്നു, കൈപിടിച്ച് ഭരണാധികാരിയെ തെരഞ്ഞെടുക്കുന്ന രീതി. അങ്ങനെയാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹിയുടെ ആദ്യത്തെ ഖലീഫയായി ഭരണമേറ്റെടുക്കുന്നത്. അദ്ദേഹത്തിന്റെ നയപ്രഖ്യാപന പ്രസംഗം പോലും ഇന്ന് നമുക്ക് വളരെ വ്യക്തമായി ചരിത്രത്തിൽ കാണാൻ കഴിയുന്നതാണ്. അദ്ദേഹം പറഞ്ഞു, ഇന്നി വല്ലീതു അലൈക്കും വലസ്തു ബിഖൈരിക്കും, എനിക്കിതാ നിങ്ങളാൽ അധികാരം ലഭിച്ചിരിക്കുന്നു, എന്നെ ഭരണാധികാരിയായി തെരഞ്ഞെടുത്തു, പക്ഷേ ഞാൻ നിങ്ങളിൽ വലിയ ഉത്തമനൊന്നുമല്ല. ഫഇൻ അഹ്സൻതു ഫഅഈനൂനി, എന്റെ ഭരണത്തിൽ ഞാൻ നല്ലതാണ് ചെയ്യുന്നതെങ്കിൽ നിങ്ങളുടെ പിന്തുണയുണ്ടാകണം. വഇൻ അസഅതു ഫഖവ്വിമൂനി, ഇനി ഞാൻ മോശമാണ് പ്രവർത്തിക്കുന്നതെങ്കിൽ എന്നെ നിങ്ങൾ നേരെയാക്കണം. നല്ലതേ ചെയ്യാവൂ. അസ്ദിഖു അമാന വൽ കദിബു ഖിയാന, സത്യം, സത്യസന്ധത അത് അമാനത്താണ്, ഞാൻ കൊണ്ടു നടക്കാൻ ശ്രമിക്കും. കളവാകട്ടെ അത് വഞ്ചനയാണ്. ഒരു നിലക്കും ഒരഴിമതിയോ ഒരു കളവോ ഭരണത്തിലുണ്ടാകാൻ പാടില്ല. അതിതാ ഞാൻ നിങ്ങളുടെ മുന്നിൽ പ്രഖ്യാപിക്കും. പിന്നൊരു കാര്യം പറയാനുള്ളത്, അല്ലാഹു ഫീക്കും ഖവിയ്യുൻ ഇൻദി, നിങ്ങളുടെ കൂട്ടത്തിൽ ആരെങ്കിലും ബലഹീനരായിട്ടുണ്ടെങ്കിൽ ഒന്നും പേടിക്കാനില്ല, അവനാണ് എൻ്റെ കാഴ്ചപ്പാടിൽ ഏറ്റവും വലിയ ശക്തൻ. കാരണം ഭരണത്തിന്റെ സ്വാധീനം ഉപയോഗപ്പെടുത്തി അവന്റെ എല്ലാ അവകാശങ്ങളും ഞാൻ വാങ്ങിക്കൊടുക്കും. വൽ ഖവിയ്യു ഫീക്കും ദഈഫുൻ ഇൻദി, നിങ്ങളുടെ കൂട്ടത്തിൽ വ്യക്തിപരമായി വല്ല ശക്തനുമുണ്ടെങ്കിൽ, വമ്പൻ സ്രാവുകൾ ഉണ്ടെങ്കിൽ, എന്റെ ഭരണത്തിൻ കീഴിൽ അവൻ ബലഹീനനാണ്. കാരണം അവനിൽ നിന്ന് ജനങ്ങൾക്ക് കിട്ടാനുള്ള അവകാശങ്ങൾ മുഴുവനും എന്റെ ഭരണം ഉപയോഗിച്ച് ഞാൻ വാങ്ങിക്കൊടുക്കുക തന്നെ ചെയ്യും. ഇൻഷാ അല്ലാഹ് ഈ രൂപത്തിലുള്ള നയപ്രഖ്യാപന പ്രസംഗവും അതിനുശേഷമുള്ള ഭരണവും മുസ്ലിം ലോകം ഇന്നും ഓർമ്മിച്ചെടുക്കുന്നതായി നമുക്ക് കാണാൻ കഴിയും. സാധാരണഗതിയിൽ പൊതുജനങ്ങൾ മനസ്സിലാക്കുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിന് ശേഷം വളരെ ശാന്തമായ ഒരു അന്തരീക്ഷത്തിൽ പള്ളിയിൽ ഇമാമ് നിന്ന്
ജനങ്ങൾക്ക് ഭരണം നടത്തിപ്പോയ ഒരു ഭരണാധികാരിയായിരുന്നു അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു എന്നതാണ്. എന്നാൽ അങ്ങനെയല്ല, കലുഷിതമായിരുന്നു. ഒരുപാട് ആളുകൾ ഇസ്ലാമിൽ നിന്ന് പുറത്തുപോയി. മുർത്തദ്ദുകളുടെ ഒരു വലിയ ആൾക്കൂട്ടം തന്നെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത്. മറുഭാഗത്ത് റസൂലുള്ളാഹിയുടെ വഫാത്തിന് ശേഷം ഞാൻ നബിയാണ് എന്ന് പറയുന്ന ഒരു നബിവാദി വന്നിരിക്കുന്നു. ഒരു ഭാഗത്ത് ആളുകൾ ഞങ്ങളിനി സക്കാത്ത് കൊടുക്കില്ല, കാരണം അത് പെരുപ്പിക്കാനുള്ള അധികാരം റസൂലിനാണ്, റസൂല് പോയല്ലോ, ഇനി സക്കാത്ത് വേണ്ട എന്ന് പറയുന്ന ഒരു വിഭാഗം വന്നിരിക്കുന്നു. മറുഭാഗത്ത് യൂറോപ്പിന്റെ പട്ടാളം ഷാം കീഴടക്കിയിട്ട് മുസ്ലിങ്ങൾക്കെതിരെ തിരിയാൻ നോക്കുന്നു. അങ്ങനെ ആഭ്യന്തര പ്രശ്നങ്ങളും ഇസ്ലാമിന്റെ പുറത്തു നിന്നുള്ള പ്രശ്നങ്ങളും രൂക്ഷമായി അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്ന പശ്ചാത്തലത്തിലാണ് കരുത്തുറ്റ ഭരണം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കാഴ്ചവെക്കുന്നത്. ഇസ്ലാമിനെതിരെ ആഭ്യന്തര പ്രശ്നങ്ങൾ ഉണ്ടായത് മുഴുവനും അടിച്ചൊതുക്കാൻ ആ മഹാനുഭാവന് സാധിച്ചു. എല്ലാം വളരെ സുന്ദരമായി റസൂലിന്റെ കാലത്തുള്ളത് പോലെ തന്നെ ഉള്ള ഒരവസ്ഥ ഉണ്ടാക്കിയെടുക്കാൻ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന് സാധിച്ചു. മഹാനായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം റോമിന്റെ അക്രമ പ്രവർത്തനങ്ങൾ ഇല്ലാതാക്കാൻ ഒരു ചെറുപ്പക്കാരന്റെ അഥവാ ഉസാമയുടെ നേതൃത്വത്തിൽ ഒരു സേനയെ അയക്കാൻ തീരുമാനിച്ചിരുന്നു. നടപ്പിലാക്കാൻ കഴിഞ്ഞിരുന്നില്ല. അതിനു മുമ്പ് റസൂലുള്ളാഹി വഫാത്തായി പോയി. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ചെയ്ത ആദ്യത്തെ പ്രവർത്തനം റസൂല് അവർ തുടങ്ങി വെച്ചത് പൂർത്തിയാക്കുക എന്നത് തന്നെയായിരുന്നു. സഹാബാക്കൾക്കിടയിൽ വരെ അഭിപ്രായ വ്യത്യാസമുണ്ടായി. പട്ടാള ക്യാപ്റ്റനായി, സേനാ നായകനായി ഉസാമയെ തന്നെ വേണോ? കാരണം അദ്ദേഹത്തിന് 18 19 ഒരഭിപ്രായമനുസരിച്ച് 17 വയസ്സ് പ്രായമേ ഉള്ളൂ. ഒരു ചെറിയ കുട്ടി, MSM പ്രായം, അദ്ദേഹത്തെയാണോ പട്ടാള ക്യാപ്റ്റനായി അയക്കുന്നത്? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അതെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിശ്ചയിച്ചതാണ്. പ്രായമല്ല വിഷയം, കഴിവാണ് വിഷയം. അദ്ദേഹത്തിന് അതിനുള്ള കഴിവുണ്ട്. അങ്ങനെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഉസാമയുടെ നേതൃത്വത്തിലുള്ള സേനയെ ഷാമിലേക്ക് അയച്ചു. അവിടെ ധീരമായ പോരാട്ടത്തിലൂടെ സ്ഥിതിഗതികൾ മുഴുവനും ശാന്തമാക്കി. മുർത്തദ്ദുകളുടെ പോരാട്ടം, ഇസ്ലാമിൽ നിന്ന് പുറത്തുപോയ ആളുകൾ ഒരുപാട് ഹാഫിളീങ്ങളെ, ഖുർആൻ മനഃപ്പാഠമാക്കി ഒരുപാട് ആളുകളെ കൊന്നുതള്ളി. ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു അബൂബക്കർ സിദ്ദീഖിനോട് പറഞ്ഞു, അബൂബക്കർ, ഖുർആൻ പിൽക്കാലത്തുള്ള ആളുകൾക്ക് നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. കാരണം എല്ലിൻ കഷ്ണങ്ങളിലും പനയോലകളിലും അതുപോലെ ഊറക്കിട്ട തോലുകളിലുമൊക്കെയാണ് അന്ന് ആയാത്തുകൾ എഴുതി വെച്ചത്. പിന്നെയുള്ളത് സഹാബാക്കളുടെ ഹൃദയങ്ങളിലാണ്. ആ ഹൃദയങ്ങൾ ഓരോന്നായി മരിച്ചു വീഴുന്ന രംഗമുണ്ട് അബൂബക്കർ. അതുകൊണ്ട് നിലവിലുള്ള ഈ പശ്ചാത്തലത്തിൽ ഇപ്പോൾ ഖുർആൻ ഒന്നുപോലും ഒരക്ഷരം പോലും നഷ്ടപ്പെടാതെ നമ്മുടെ പക്കലുണ്ട് എന്ന ഉറപ്പ് നമുക്കുണ്ട്. ഈ ഉറപ്പ് പിൽക്കാലക്കാർക്ക് കൂടി ലഭിക്കാൻ ഇതൊന്ന് ഒരുമിച്ച് കൂട്ടണമെന്ന് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് ആവശ്യപ്പെട്ടു. ഉമറിന്റെ അഭിപ്രായം ആദ്യം അംഗീകരിച്ചില്ലെങ്കിലും ആലോചനയ്ക്ക് ശേഷം ശരിയാണ് എന്ന് ബോധ്യപ്പെടുകയും സഹാബാക്കളെ ഒരുമിച്ച് കൂട്ടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഹി എഴുതാൻ വേണ്ടി നിശ്ചയിച്ച സഹാബത്തിനെ ഒരുമിച്ച് കൂട്ടി സയ്യിദ് റളിയല്ലാഹു അൻഹുവിന്റെ നേതൃത്വത്തിൽ പ്രഗൽഭനായ വഹി എഴുത്തുകാരൻ സയ്യിദിന്റെ നേതൃത്വത്തിൽ ആ പ്രവർത്തനം പൂർത്തിയാക്കുകയാണ്. ഹാഫിളീങ്ങളെല്ലാം വന്നു. ഓരോ ആയത്തുകളും എല്ലാവരുടെയും അഭിപ്രായവും എഴുതി വെച്ചതും എല്ലാം ഒത്തു നോക്കിയിട്ട് ഓരോന്നിന്റെ ശേഷം ഓരോന്നായി എല്ലാ സൂറകളും ഒരു മുസ്ഹഫാക്കി അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഭരണ പ്രവർത്തനം എന്ന നിലക്ക് അത് രേഖപ്പെടുത്തപ്പെടുകയാണ്. അങ്ങനെ ലോകത്താദ്യമായി ഒരു മുസ്ഹഫ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഭരണകാലത്തുണ്ടായി. അദ്ദേഹത്തിന്റെ സായം സന്ധിയിൽ അടുത്ത ഭരണാധികാരിയെ തെരഞ്ഞെടുക്കാനുള്ള പ്രവർത്തനം, അതും ജനാധിപത്യപരമായി
അദ്ദേഹം തന്നെ അതിന് നേതൃത്വം കൊടുത്തു. എല്ലാ ആളുകളോടും അഭിപ്രായം ആരാഞ്ഞുകൊണ്ട്, എല്ലാവരുടെയും അഭിപ്രായം പരിഗണിച്ചുകൊണ്ട് അടുത്ത ഭരണാധികാരിയെ തെരഞ്ഞെടുത്തിട്ടാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വഫാത്തായി പോയത്. അത് ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു ആയിരുന്നു. ഉമറിനെ നമുക്കറിയാം. ജനങ്ങളാൽ തെരഞ്ഞെടുക്കപ്പെട്ട ഉമറിന്റെ ഭരണം ഇക്കാലത്ത് എല്ലാ ചിന്തകന്മാരും പുകഴ്ത്തി പറയുന്നത് നമുക്ക് കാണാൻ കഴിയും. അന്ന് 6-ാം നൂറ്റാണ്ടിലെ ഒരു അറബിയുടെ ഭരണം നമുക്കറിയാം. ഈത്തപ്പനച്ചുവട്ടിൽ കിടന്നുറങ്ങുന്ന ഉമർ, കൊട്ടാരമില്ലാത്ത ഉമർ, ഈ രൂപത്തിൽ ഭരണത്തിന്റെ സൗകര്യങ്ങൾ ഉപയോഗപ്പെടുത്തിയില്ല എന്ന ഒരു ക്വാളിറ്റി മാത്രമാണ്, ലളിതമായ ജീവിതം നയിച്ചു എന്ന ഒരു ബഹുമതി മാത്രമാണ് ഉമറിനുള്ളത് എന്ന രൂപത്തിൽ ഉമറിനെ മനസ്സിലാക്കിയവരുണ്ട്. പക്ഷേ ഉമറിന്റെ ഭരണം പ്രോത്സാഹിപ്പിക്കപ്പെടുന്ന ചിന്തകന്മാർ എന്തായിരുന്നു ആ ഭരണമെന്ന് മനസ്സിലാക്കിയത് കൊണ്ട് തന്നെയാണ് ആ രൂപത്തിൽ പറയുന്നത്. കാരണം റോമൻ സാമ്രാജ്യം ഷാം പ്രദേശങ്ങളിൽ അതിരൂക്ഷമായ നികുതി ഭാരം ജനങ്ങളുടെ മേലേൽപ്പിച്ചിരുന്നു. അദ്ദേഹം അതെല്ലാം വെട്ടിക്കുറച്ചു. ഇസ്ലാമിന്റെ അധീനത്തിൽ വന്ന ആ പ്രദേശത്ത് തലയെണ്ണം നികുതി പിരിക്കാൻ റോമക്കാർ തീരുമാനിച്ചതിന്റെ പേരിൽ ജീവിതം ദുസ്സഹമായിരുന്ന ജനങ്ങൾക്കിടയിൽ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു തന്റെ നീതി നടപ്പിന് വരുത്തുകയാണ്. തലയെണ്ണം നികുതി വേണ്ട, പെണ്ണുങ്ങൾക്ക് സ്ത്രീകൾക്ക് വേണ്ട, കുട്ടികൾക്ക് വേണ്ട, വൃദ്ധന്മാർക്ക് വേണ്ട, അതുപോലെ അന്യമതത്തിന്റെ ആളുകൾ, പുരോഹിതന്മാർ, ജോലിയില്ലാത്തവർ, ഇവർക്കൊന്നും നികുതി വേണ്ട. അതൊന്നുമല്ലാത്ത ജോലി ചെയ്യുന്ന സാധാരണക്കാരായ വരുമാനമുള്ള ആളുകൾക്ക് വളരെ തുച്ഛമായ, അനായാസം അവർക്ക് കൈകാര്യം ചെയ്യാൻ പറ്റുന്ന നികുതി, അതുപോലെ അതിന്റെ കുറവ് പരിഹരിക്കാനായി വ്യാപാര നികുതി, ഈ രൂപത്തില് നികുതിയുടെ ഒരു വകുപ്പ് തന്നെ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു ജനങ്ങളുടെ മുന്നിൽ കാഴ്ചവെച്ചു. ഇപ്പടുത്ത കാലത്ത് നമുക്കറിയാം, ആ കാര്യങ്ങളെല്ലാം ചരിത്രപരമായി ബോധ്യപ്പെട്ടതിന് ശേഷം IRS, ഇന്ത്യൻ റവന്യൂ വകുപ്പ്, അതിന് തത്തുല്യമായ ഒരു നിയമസംഹിത വകുപ്പായിരുന്നു നികുതി രംഗത്ത് ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു നടപ്പിൽ വരുത്തിയത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ പട്ടാള നിയമം, അതിന്റെ നിയമ നടപടികൾ, ആഭ്യന്തര വകുപ്പ്, ഇന്നത്തെ പ്രതിരോധ മന്ത്രാലയത്തിന്റെ നിയമങ്ങൾ, അത് തന്നെയായിരുന്നു ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു അന്ന് ആലോചിച്ച് നടപ്പിൽ വരുത്തിയത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഹിജ്റ വർഷം ഇതെല്ലാം കണക്കാക്കപ്പെടുന്നത് ഉമറിന്റെ ഭരണകാലത്താണ്. അടുത്ത ഭരണാധികാരി ആരാകണമെന്ന് അദ്ദേഹത്തിന്റെ ഭരണകാലത്ത് തന്നെ തീരുമാനമെടുക്കാൻ, അതല്ലെങ്കിൽ ആ രൂപത്തിൽ അബൂബക്കർ ചെയ്തതുപോലെ ചെയ്യാൻ അദ്ദേഹത്തിന് കഴിയുമായിരുന്നു. പക്ഷെ അദ്ദേഹം പറഞ്ഞു അത് വേണ്ട. അദ്ദേഹം പറഞ്ഞത് ചരിത്ര ഗ്രന്ഥങ്ങളിൽ നമുക്ക് കാണാം. ഞാൻ ഭരണാധികാരിയെ പ്രഖ്യാപിക്കാതെ മരണപ്പെടുകയാണെങ്കിൽ എന്റെ ആ പ്രവർത്തനം എന്നേക്കാൾ നല്ല വ്യക്തി ചെയ്തു പോയിട്ടുണ്ടല്ലോ മുമ്പ്, അഥവാ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുത്ത ഭരണാധികാരിയെ തീരുമാനിക്കാതെയാണ് മരണപ്പെട്ടത്. ഞാനെങ്ങാനും ഒരു ഭരണാധികാരിയെ തെരഞ്ഞെടുക്കുകയാണെങ്കിൽ ആ പ്രവൃത്തിയും എന്നേക്കാൾ മുമ്പ് എന്നേക്കാൾ നല്ലവർ ചെയ്തു പോയിട്ടുണ്ടല്ലോ, അഥവാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, എനിക്ക് രണ്ടും ചെയ്യാം. പക്ഷേ ഞാനിതാ നിങ്ങൾക്ക് മുമ്പിൽ അശറത്തുൽ മുബശ്ശരീങ്ങൾ, സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ടവരിൽ ജീവിച്ചിരിക്കുന്ന 6 ആളുകളെ സ്ഥാനാർത്ഥിയായി നിർത്തുകയാണ്. ഞാൻ മരണപ്പെട്ടതിന് ശേഷം ഒരു 3 ദിവസത്തിനുള്ളിലായി ഈ സ്ഥാനാർത്ഥികളിൽ ഒരാളെ നിങ്ങൾ ഭരണാധികാരിയായി തെരഞ്ഞെടുക്കണമെന്ന വസിയ്യത്തോടു കൂടിയാണ് ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു മരണപ്പെടുന്നത്. അവരാണ് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിനെ അടുത്ത ഭരണാധികാരിയായി തെരഞ്ഞെടുക്കുന്നത്. ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ
ഭരണത്തിന്റെ അവസാന ഘട്ടം അദ്ദേഹത്തെ കൊന്നുകളഞ്ഞതാണല്ലോ. വീട്ടിൽ വെച്ച് നോമ്പ് നോറ്റ് വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്തുകൊണ്ടിരിക്കുമ്പോ അദ്ദേഹത്തെ വകവരുത്തിയതാണ്. ആരാണ്? അതിന്റെ ആളുകൾ എന്ന് നമുക്കറിയാം. അബ്ദുല്ലാഹിബിൻ സബഇന്റെ നേതൃത്വം. ആരാണ് അബ്ദുല്ലാഹിബിൻ സബ? അദ്ദേഹം യമൻകാരനാണ്, ജൂതനാണ്. ഇസ്ലാമിനെ തകർക്കാൻ, മുസ്ലിങ്ങളെ തകർക്കാൻ അദ്ദേഹം മുസ്ലിമായി. അതാണ് ജൂതന്റെ പണി. മതത്തിന്റെ ഉള്ളിൽ കയറിയിട്ടാണ് മതം തകർക്കുക. മതത്തിന്റെ യോജിപ്പും കെട്ടുറപ്പും നശിപ്പിക്കാൻ ക്രിസ്തു മതം ജൂതന്മാർ തകർത്തതെങ്ങനെയാണ്? പൗലോസ് ജൂതനാണ്, പൗലോസ് ക്രിസ്ത്യാനിയായതാണ്. എന്നിട്ടാണ് ക്രിസ്തു മതത്തിൽ ത്രിയേകത്വം ഉണ്ടാക്കിയിട്ട് ഏകദൈവ സിദ്ധാന്തം ക്രിസ്ത്യാനികളിൽ തകർത്ത് കളഞ്ഞത് പൗലോസാണ്. അതുപോലെ ഖുർആനിനെ വികൃതമാക്കാൻ ജൂതന്മാർ ശ്രമിച്ചു, പക്ഷേ നടക്കില്ല എന്നവർക്ക് ബോധ്യപ്പെട്ടു. അവർക്ക് മുസ്ലിങ്ങൾക്കിടയിൽ ചിത്രതയുണ്ടാക്കാൻ എന്ത് വകുപ്പുണ്ട് എന്ന് ആലോചിച്ച് നടന്നു. റസൂലിന്റെ കാലം മുതലേ ഇസ്ലാമിനോട് എതിർപ്പായിരുന്നു. അള്ളാഹുവിന്റെ റസൂലിന് വരെ വിഷം കൊടുത്തില്ലേ ജൂതന്മാർ? സകല പരിപാടികളും ഖന്തക്ക് യുദ്ധം നടക്കേണ്ടി വന്നത് എന്തുകൊണ്ടാ? ഖൈബറിലുള്ള ആളുകളെയും അതുപോലെ മക്കയിലുള്ള മുശ്രിക്കുകളെയും അങ്ങനെ നൂറുകണക്കിന് ആയിരക്കണക്കിന് ആളുകളെ സംഘടിപ്പിച്ചിട്ട് മദീനയുടെ ഉള്ളിൽ പാർക്കുന്ന ജൂത കുടുംബങ്ങൾ മദീനത്തിന്റെ ഉള്ളിൽ നിന്നുകൊണ്ട് കരാർ ലംഘനം നടത്തുകയും അവരുടെ നേതൃത്വത്തിൽ ഇസ്ലാമിനെതിരെ ആളുകളെ സംഘടിപ്പിക്കുകയും ചെയ്തതിന്റെ പേരിൽ നടന്ന യുദ്ധമല്ലേ ഖന്തക്ക്. പ്രതിരോധത്തിന് വേണ്ടി റസൂലും സഹാബത്തും കിടങ്ങ് കുഴിക്കേണ്ടി വന്നത്. ആ ജൂതന്റെ ബുദ്ധി, അവൻ മുസ്ലിമായിട്ട് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിനെതിരെ പടയൊരുക്കം നടത്തുകയാണ്. മുസ്ലിങ്ങൾക്കിടയിൽ കുപ്രചരണങ്ങൾ നടത്തി. ഉസ്മാൻ അദ്ദേഹത്തിന്റെ കുടുംബക്കാരെയാണ് ഉദ്യോഗസ്ഥരായി വെക്കുന്നത്, അധികാരം കിട്ടേണ്ടത് അലിക്കായിരുന്നു എന്നൊക്കെ പറഞ്ഞൊരു വലിയ സംഘവുമായി മിസ്റിൽ നിന്ന് ആളുകളെ സംഘടിപ്പിച്ച് അദ്ദേഹം മദീനയിലെത്തി. അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു ഉടനെ ആ സംഘത്തോട് പറഞ്ഞു, നിങ്ങളുടെ നിഗമനങ്ങൾ മുഴുവനും തെറ്റാണ്. ഞാനല്ല ഭരണാധികാരിയാകേണ്ടത്, ഉസ്മാനാണ്. ഉസ്മാനിനെ ഭരണാധികാരിയായി തെരഞ്ഞെടുത്തത് ഞാനടക്കമുള്ള സമിതിയാണ്. നിങ്ങളുടെ ഇടയിൽ ആരോ തെറ്റിദ്ധാരണ വരുത്തിയതാണ് എന്ന് പറഞ്ഞിട്ട് അവര് തിരിച്ചു പോകുമ്പോ, ഞങ്ങൾക്ക് തെറ്റുപറ്റി എന്ന് മനസ്സിലാക്കി അവര് തിരിച്ചു പോകുമ്പോ അബ്ദുല്ലാഹിബിൻ സബ എന്ന ജൂതൻ രോഷം കൊള്ളുകയാണ്. തന്റെ പദ്ധതി നടന്നില്ലല്ലോ, ഒരുപാട് കാലത്തെ ശ്രമമാണല്ലോ പരാജയപ്പെടുന്നത് എന്ന രൂപത്തിൽ അദ്ദേഹം ഒരു കുതന്ത്രം ഉണ്ടാക്കുകയാണ്. എന്താണത്? ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു എഴുതി എന്ന രൂപത്തിൽ ഒരു കത്തും ഉസ്മാനിന്റെ സീല് പോലുള്ള ഒരു വ്യാജ സീലും ഉണ്ടാക്കിയിട്ട് ഈ വന്ന ആളുകളുടെ നേതാവിനെ കൊല്ലാൻ വേണ്ടി മിസ്റിലേക്ക് കത്തെഴുതുന്ന രൂപത്തിൽ ഉസ്മാനിന്റെ ഭാഗത്ത് നിന്ന് ഒരു ലെറ്റർ വരികയും ആ ലെറ്റർ അബ്ദുല്ലാഹിബിൻ സബ തന്നെ ഉണ്ടാക്കി അവൻ തന്നെ പരസ്യം ചെയ്തിട്ട് ആ സേനയെ വീണ്ടും തിരിച്ചു കൊണ്ടുവന്ന് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിനെ കൊല്ലുന്നതിലേക്ക് കാര്യമെത്തിച്ച ജൂതന്റെ പ്രവർത്തനം, രാഷ്ട്രീയമായ അത്തരത്തിലുള്ള കലാപം, അതിനെ തുടർന്ന് പിന്നെ ജമൽ യുദ്ധവും സിഫീൻ യുദ്ധവും അലി ഇബ്നു അബീ ത്വാലിബിന്റെ മരണത്തിന് ആ കാലയളവിൽ നടന്നതാണ് മുസ്ലിം ലോകത്ത് നടന്ന വലിയ രാഷ്ട്രീയ കലാപങ്ങൾ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പറഞ്ഞു വന്നത് സഹോദരങ്ങളെ, ജനാധിപത്യ പ്രക്രിയ എന്ന് പറയുന്നത് വലിയ സംഗതി തന്നെയാണ്. അതുകൊണ്ട് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ കാര്യങ്ങളെല്ലാം വ്യക്തമായി പഠിപ്പിച്ചു തരുന്നുണ്ട്. നമ്മൾ പരിശ്രമിക്കണം നമ്മളെ ജനങ്ങൾ തെരഞ്ഞെടുക്കാൻ, ഇവിടുത്തെ ഭരണത്തിനല്ല, മറിച്ച് സ്വർഗത്തിലേക്ക് നമ്മെ തെരഞ്ഞെടുക്കുന്നതും ജനങ്ങളാണ്. അതാണ് ഹദീസുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സാന്നിധ്യത്തിൽ
ഒരു ജനാസ കൊണ്ടുപോവുകയാണ്. സഹാബത്ത് ആ ജനാസയെ സംബന്ധിച്ച് ഒരുപാട് പുകഴ്ത്തി പറഞ്ഞു. റസൂല് പറഞ്ഞു വജബത്ത്, നിർബന്ധമായി. മറ്റൊരു ജനാസ കൊണ്ടുപോകുമ്പോൾ ജനങ്ങൾ അദ്ദേഹത്തെ ഇകഴ്ത്തി പറയാണ്. അപ്പോഴും പറഞ്ഞു റസൂൽ വജബത്ത്. ഉമറുൽ ഫാറൂഖ് ചോദിച്ചു, എന്താ റസൂലെ ഈ വജബത്ത് നിർബന്ധമായത്? റസൂല് പറഞ്ഞു, ആദ്യത്തവന് സ്വർഗവും രണ്ടാമത്തവന് നരകവും. അതായത് ഒരു വ്യക്തിയുടെ വ്യക്തിത്വം, ആ വ്യക്തിത്വത്തെ സംബന്ധിച്ച് ആളുകൾ എങ്ങനെയാണോ വിലയിരുത്തുന്നത് അത് തന്നെയാണ് വ്യക്തിത്വം. 100% ഏതാണ്ട് അങ്ങനെ തന്നെയാണ്. വിശ്വാസികൾ സാക്ഷികളായി പരിഗണിക്കപ്പെടുന്നു. നാം ജനങ്ങളുടെ ഇടയിലാണ് ജീവിക്കുന്നത്. ആ ജനങ്ങളാണ് നമ്മെ സംബന്ധിച്ച് നല്ല വിലയിരുത്തൽ നടത്തേണ്ടത്. നമ്മളൊരു നല്ല കുടുംബനാഥനാണെന്ന് കുടുംബം പറയണം. അതുകൊണ്ടല്ലേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഖൈറുക്കും ഖൈറുക്കും ലി അഹ്ലി. നിങ്ങളുടെ കുടുംബത്തിൽ നിങ്ങളിൽ നല്ലവനാര്? നിങ്ങളുടെ കൂട്ടത്തിൽ കുടുംബത്തിന് നല്ലവനാരോ അവനാണ് നല്ലവൻ. ജനങ്ങൾക്കിടയിൽ നിന്ന് അഭിനയിക്കാൻ കഴിയും, കുടുംബത്തിന്റെ അകത്ത്, വീട്ടിനകത്ത് അഭിനയിക്കാൻ കഴിയില്ല. ആ യഥാർത്ഥ മനുഷ്യനെ അവർ മനസ്സിലാക്കും. അതുകൊണ്ട് പെരുമാറ്റത്തിൽ, ജീവിതത്തിൽ നല്ല മനുഷ്യനായി ജീവിക്കണം. അല്ലാഹു തആല പറഞ്ഞില്ലേ വിശുദ്ധ ഖുർആനിൽ, ഇന്നല്ലദീന ആമനൂ വഅമിലുസ് സാലിഹാത്തി സയജ്അലു ലഹുമുർ റഹ്മാനു വുദ്ദാ. ശരിയായ വിശ്വാസികൾ, സൽക്കർമ്മം പ്രവർത്തിക്കുന്ന ആളുകൾ, സയജ്അലു ലഹുമുർ റഹ്മാനു വുദ്ദാ, പരമകാരുണികൻ അവർക്ക് സ്നേഹമുണ്ടാക്കുന്നതാണ്. എന്താണ് സ്നേഹമുണ്ടാക്കുന്നത്? അയ്യുഹിബ്ബുഹും, അല്ലാഹു അവരെ ഇഷ്ടപ്പെടും. വയുഹബ്ബിബുഹും ഇലന്നാസ്, ജനങ്ങൾ അവരെ ഇഷ്ടപ്പെടുന്ന ഒരു പ്രവണത അല്ലാഹു തആല ഉണ്ടാക്കും. അതൊന്നുകൂടി വിശദീകരിച്ചു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു വ്യക്തിയെ അല്ലാഹു ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ വിശ്വാസം ശരിയാണ്, അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ ശരിയാണ്. അങ്ങനെ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ആദ്യമായി അല്ലാഹു ഇഷ്ടപ്പെടും. രണ്ടാമതായി ജിബ്രീലിനോട് പറയും, എനിക്ക് അവനെ ഇഷ്ടമാണ്. അതുകൊണ്ട് വാനലോകത്ത് മലക്കുകളോട് ഈ പ്രഖ്യാപനം നടത്തണം. മലക്കുകൾക്കിടയിൽ ജിബ്രീൽ ആ വിളംബരം നടത്തുകയും അതുവഴി ആ മലക്കുകൾ ജനങ്ങളുടെ ഹൃദയങ്ങളിലേക്ക് ആ ഒരു ചിന്ത സന്നിവേശിപ്പിക്കുകയും അങ്ങനെ ജനങ്ങൾക്ക് ആ വ്യക്തിയോട് ഇഷ്ടമുണ്ടാവുകയും ചെയ്യുന്നു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയും. ഖലീലുള്ളാഹി ഇബ്രാഹിം അലൈഹിസ്സലാം, ആ പേര് കേട്ടാൽ എല്ലാവർക്കും ഇഷ്ടമാണ് ഇബ്രാഹിമിനോട്. അമ്പിയാക്കൾ, സഹാബത്ത്, നമ്മുടെ പൂർവികരായ നല്ല ആളുകൾ, നമ്മുടെ കാലഘട്ടത്തിൽ ജീവിക്കുന്ന ഒരുപാട് നല്ല മനുഷ്യന്മാർ, അവരോട് ഇഷ്ടമാണ് നമുക്ക്. എന്തുകൊണ്ട്? അവരുടെ സൗന്ദര്യമാണോ വിഷയം? അല്ല, അവരുടെ സ്വഭാവമാണ് വിഷയം, അവരുടെ ഇടപഴക്കമാണ് വിഷയം, അവരുടെ വിശ്വാസമാണ് വിഷയം, അവരുടെ നിലപാടാണ് വിഷയം. ഇന്നമാ ബുഇസ്തു ലിഉതമ്മിമ മകാരിമൽ അഖ്ലാഖ്, സൽസ്വഭാവത്തിന്റെ പൂർത്തീകരണം, അതാണ് എന്റെ നിയോഗ ലക്ഷ്യം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രഖ്യാപിച്ചല്ലോ. നാളെ നമ്മുടെ മഹ്ശറയിലെത്തിയാൽ നമ്മുടെ അമലുകൾ തൂക്കപ്പെടും. ആ അമലുകളോടൊപ്പം നമ്മയും മീസാനിൽ എടുത്തു വെക്കും. ആ സന്ദർഭത്തിൽ ഏറ്റവും ഭാരമുള്ള അമൽ സൽ സ്വഭാവമാണെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് ഒരു നല്ല തെരഞ്ഞെടുപ്പ് നമ്മുടെ കണ്ണു ചിമ്മിയാൽ, നമ്മൾ മരിച്ചു പോയാൽ ആളുകൾ പറയണം നമ്മെ സംബന്ധിച്ച് നല്ല മനുഷ്യനായിരുന്നുവെന്ന്. അങ്ങനെ അവരെ കൊണ്ട് പറയിപ്പിക്കാനുള്ള ഒരു ജീവിതമാകരുത്, മറിച്ച് അത് അള്ളാഹുവിന് വേണ്ടി സമർപ്പിച്ച ജീവിതമാകണം. അപ്പോഴാണ് അത് ആത്മാർത്ഥമാവുക. അങ്ങനെ എല്ലാവർക്കും ഉപകാരികളായി ജീവിക്കാൻ അള്ളാഹു നമ്മെ
അനുഗ്രഹിക്കുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹൽ അദീം ലി വലക്കും വഅസ്തഗ്ഫിഹി അന്നി വഅൻകും വഅൻ ജമീഇൽ മുസ്ലിമീന വൽ മുഅ്മിനീന അജ്മഈന ഫസ്തഗ്ഫിറൂ ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹിൽ ഫായിസീന ബിറിദല്ലാഹ് ഉസൈകും ഇബാദല്ലാഹി വഇയ്യായ ബിത്തഖ്വല്ലാഹ്. സഹോദരങ്ങളെ, സഹോദരിമാരെ, അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ മനസ്സിലാക്കി ജീവിതത്തിൽ പകർത്താൻ ശ്രമിക്കണമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുന്നു, വസിയത്ത് ചെയ്യുന്നു. അള്ളാഹു അതിനെ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഇമാമും ജമാഅത്തുമായി നമസ്കരിക്കുമ്പോൾ നമ്മൾ തനിച്ച് നമസ്കരിക്കുന്നതിനേക്കാൾ ഒരുപാട് പ്രതിഫലമുണ്ട് എന്ന് നമുക്കറിയാം. അതുകൊണ്ടാണല്ലോ ജമാഅത്തായി നമസ്കരിക്കാൻ നമ്മൾ പരിശ്രമിക്കുന്നത്. പക്ഷെ ആ പ്രതിഫലമൊക്കെ ലഭിക്കണമെങ്കിൽ ഇമാമും ജമാഅത്തുമായി നമസ്കരിക്കുമ്പോൾ പാലിക്കേണ്ട ചില മര്യാദകൾ സ്വന്തം നമസ്കരിക്കുമ്പോൾ ഇല്ലാത്ത, അത് പാലിക്കണം. അതുകൊണ്ടാണ് പ്രതിഫലം കൂടുതൽ ലഭിക്കുന്നത്. അതിലൊരു കാര്യം, തുടർച്ചയുടെ കാര്യം മാത്രമാണ് സൂചിപ്പിക്കാൻ ശ്രമിക്കുന്നത്. അഥവാ റസൂലുള്ളാഹി പറയുന്നു, ഇമാമിനെ ഇമാമാക്കിയിരിക്കുന്നത് അദ്ദേഹത്തെ തുടരപ്പെടാൻ വേണ്ടിയാണ്. മുതാബഅ, തുടരുക. മുതാബഅ എന്ന് പറഞ്ഞാൽ ഇമാമ് ചെയ്തതിന് ശേഷം ചെയ്യുക എന്നതാണ്. ചെയ്തതിന് ശേഷം ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇമാമ റുക്കൂൾ തുടങ്ങിയതിന് ശേഷമേ നമ്മൾ റുക്കൂൾ തുടങ്ങാവൂ. അല്ലെങ്കിൽ ഇമാമ റുക്കൂയിൽ എത്തിയതിന് ശേഷം നമ്മൾ റുക്കൂയിലേക്ക് പോകാം. ഇത് രണ്ടുമാകാം. ഇമാമ റുക്കൂൾ തുടങ്ങി അതിന് ശേഷം നമ്മൾ തുടങ്ങിയാലും ഇമാമിനെ പിന്തുടർന്നു. ഇനി ഇമാമ റുക്കൂയിലെത്തി, അതുവരെ നമ്മൾ അവിടെ നിൽക്കുകയാണ്, എന്നിട്ട് നമ്മൾ ഉടനെ അങ്ങ് റുക്കൂയിലേക്ക് പോയി, എന്നാലും ഇമാമിനെ തുടർന്നു. ഇത് സുന്നത്താണ്, മുതാബഅ സുന്നത്താണ്. എന്നാൽ മുവാഫഖ എന്ന ഒരു പരിപാടിയുണ്ട് അവിടെ. അത് ഇമാമിന്റെ ഒപ്പം ചെയ്യാം. ഇമാമും മാമൂമും റുക്കൂയിൽ പോകുന്നത് ഒന്നിച്ച്, റുക്കൂയിൽ നിന്ന് ഉയരുന്നത് മുവാഫഖ എന്നാണ് പറയുക. അത് മുതാബഅയല്ല, തുടർച്ചയല്ല. ഇത് കറാഹത്താണ്. തുടർച്ചയെ സംബന്ധിച്ചിടത്തോളം ഈ പരിപാടി കറാഹത്താണ്, ഗുണകരമല്ല. ഇനി വേറൊന്നുണ്ട്, മുസാബഖ. നമ്മൾ പഠിച്ചു മുതാബഅ, അതാണ് സുന്നത്ത്. മുവാഫഖ അത് കറാഹത്താണ്. പിന്നുള്ളത് മുസാബഖ, ഇമാമിന്റെ മുന്നിൽ പോവുക. ഇമാമ റുക്കൂയിൽ പോകുന്നതിന് മുമ്പ് റുക്കൂയിലേക്ക് പോവുക. ഇത് ഹറാമാണ്. ഹറാമാണ് എന്ന് തന്നെയല്ല, പണ്ഡിതന്മാരിൽ ചിലർ പറയുന്നത് നമസ്കാരം ഇല്ല, അവന്റെ നമസ്കാരം തന്നെ ബാത്തിലാണ്. കാരണം ആ നിയമം, തുടർച്ചയുടെ നിയമം പാലിച്ചിട്ടില്ല. ഇപ്പൊ ഇവനാ ഇമാം, മുന്നിലൊരാൾ വെറുതെ നിൽക്കുന്നേ ഉള്ളൂ. അപ്പൊ മുസാബക്ക പാടില്ല. പിന്നെ നാലാമത്തെ ഒരു ഇനം തഅഖുർ എന്ന് പറയാം. ഇമാം അങ്ങനെ പോകുന്നുണ്ട്, വരുന്നുണ്ട്, ഇവന്റെ വണ്ടി വൈകി ഓടുകയാണ്. അതായത് ഇമാം റുക്കൂഅ് ചെയ്തു, റുക്കൂയിൽ നിന്ന് ഉയർന്നു, എന്നിട്ടും ഇദ്ദേഹം അവിടെ തന്നെയാണ് ഉള്ളത്, നൃത്തത്തിൽ തന്നെയാണുള്ളത്, റുക്കൂയിലേക്കൊന്നും പോയിട്ടില്ല. പാടില്ല, അങ്ങനെ പിന്താൻ പാടില്ല. അനിവാര്യമായ കാരണങ്ങളില്ലെങ്കിൽ ആ പിന്തലും മുസാബക്ക മുൻകടക്കുന്നത് പോലെയാണ്, തുടർച്ച നഷ്ടപ്പെടുത്തുന്ന പരിപാടിയാണെന്നാണ് ഭൂരിഭാഗം പണ്ഡിതന്മാർ പറയുന്നത്. അനിവാര്യമായ കാരണം എന്ന് പറഞ്ഞാൽ ശാരീരിക അസ്വസ്ഥത, ഇനി അതല്ലെങ്കിൽ വിക്ക് പോലുള്ള അസുഖം, ഇങ്ങനെയൊക്കെയാണെങ്കിൽ മാത്രമേ അദ്ദേഹത്തിന്റെ പിന്തൽ അനുവദനീയമായി പരിഗണിക്കപ്പെടുകയുള്ളൂ. നോർമൽ സ്വഭാവത്തിൽ പരിഗണിക്കപ്പെടുകയില്ല. അതുകൊണ്ട് മുതാബയുടെ കാര്യം നല്ലോണം ശ്രദ്ധിക്കണം. അതുപോലെ ജുമാക്ക് വരുമ്പോൾ കുറച്ച് നേരത്തെ വരാൻ ശ്രമിക്കണം. ഇപ്പൊ പള്ളി നിറഞ്ഞിട്ടുണ്ട്, പക്ഷേ ഖുതുബ തുടങ്ങുമ്പോൾ ആളുകൾ കുറവാണ്. നമ്മൾ ഏതായാലും വെള്ളിയാഴ്ച ഈ ഒരു പരിപാടിക്ക് മാറ്റിവെച്ചതാണല്ലോ. എന്ത് പരിപാടി ഉണ്ടെങ്കിലും ഇന്ന് ജുമയാണ് എന്ന് പറയാറുണ്ടല്ലോ. അതുപോലെ ഖുതുബ നടക്കുന്ന സമയത്ത് പരമാവധി കുറഞ്ഞ സമയമല്ലേ ഉള്ളൂ.
ഉറങ്ങാതെ ശ്രദ്ധിച്ച് കേൾക്കാൻ ശ്രമിക്കണം. കാരണം ഇതാണ് ആധികാരികമായി നമുക്ക് കിട്ടുന്ന ആത്മീയ ഉത്തേജനത്തിനുള്ള ആഴ്ചയിൽ ലഭിക്കുന്ന പരിപാടി. ഇതുകൊണ്ട് നമുക്ക് സ്വർഗം കിട്ടണം, നമ്മൾ നന്നാകണം. അല്ലാഹു തആല അതിന് അനുകൂലമായ വിധത്തിൽ ഈ പരിപാടി കൈകാര്യം ചെയ്യാൻ, അതിൽ പങ്കെടുക്കാൻ, ഉപകാരപ്പെടാൻ തൗഫീഖ് നൽകുമാറാകട്ടെ. അല്ലാഹുവേ, നീ തൃപ്തിപ്പെടുന്ന, പൊരുത്തപ്പെടുന്ന ഇബാദത്താക്കി ഞങ്ങളുടെ എല്ലാ ഇബാദത്തുകളെയും നീ മാറ്റണേ റഹ്മാനെ. അല്ലാഹുവേ, നീ സ്വീകരിച്ച, നീ ഇഷ്ടപ്പെടുന്ന ആളുകളുടെ കൂട്ടത്തിൽ ഞങ്ങളെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണേ റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങൾ മരിച്ചാൽ ഞങ്ങളെ സംബന്ധിച്ച് പരാതി പറയുന്ന, കുറ്റപ്പെടുത്തപ്പെടേണ്ടി വരുന്ന അവസ്ഥകളെ തൊട്ട് ഞങ്ങളെ കാത്തു രക്ഷിക്കണേ റഹ്മാനെ. അല്ലാഹുവേ, നല്ലത് ചെയ്യാൻ, എല്ലാവർക്കും നല്ലത് ഉദ്ദേശിക്കാൻ, കഴിവിന്റെ പരമാവധി നന്മ ചെയ്യാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങളുടെ ചെറിയ ഇബാദത്തുകൾ സ്വീകരിച്ച്, വലുതായി സ്വീകരിച്ച് വലിയ പ്രതിഫലം തന്ന് അനുഗ്രഹിക്കണേ റഹ്മാനെ. ഞങ്ങളുടെ ജീവിതത്തിൽ നീ വന്നുപോയ അപാകതകൾ മുഴുവനും നീ പുറത്തു തരണേ റഹ്മാനെ. അല്ലാഹുവേ, നിന്റെ സാലിഹീങ്ങളോടൊപ്പം സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടിത്തരണേ റഹ്മാനെ. കുടുംബ സമേതം സ്വർഗത്തിൽ പോകുന്ന മുഅ്മിനീങ്ങളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണേ റഹ്മാനെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين.